ഇങ്ങനൊരു സിറ്റുവേഷൻ ആർക്കും വരരുതെന്ന് പറഞ്ഞു. എന്നെക്കാളും യങ്ങറാണ് ഈ ഒരു ബ്രൈഡ്. മാത്രമല്ല ഈ ഒരു ഡേറ്റിൽ ബ്രൈഡായിട്ടിരിക്കേണ്ട ആള് ഇതായിരുന്നില്ല, ആളുടെ എൽഡർ സിസ്റ്റർ ആയിരുന്നു. വെഡിങ്ങിന് കുറച്ച് ദിവസങ്ങൾക്ക് 21 വയസ്സ് തികയാത്തവനെ കൊണ്ടുപോയതിന് അവൾക്കെതിരെ കേസാകാൻ നോക്കണേ. തീർച്ചയായിട്ടും കേസ് വരും അങ്ങനെയാണെങ്കിൽ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ആദ്യം തന്നെ ഈ ഒരു വിഷയം എനിക്ക് അയച്ചു തന്നിട്ടുള്ള ആ ഒരു കുട്ടിക്ക് ഒത്തിരി നന്ദി. പിന്നെ ഇത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ എനിക്ക് പറയാനുള്ളത്, ഒരു കല്യാണം നടക്കുന്നു. കല്യാണത്തിന് നിശ്ചയിക്കപ്പെട്ട വധു ചേച്ചിയാണ്. ചേച്ചി കല്യാണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരാൾക്കൊപ്പം അഥവാ ഇഷ്ടപ്പെട്ട ഒരാൾക്കൊപ്പം ഒളിച്ചോടുന്നു, അഥവാ വിട്ടു പോകുന്നു. അതേ സ്ഥലത്ത് കുടുംബത്തിൻ്റെ അന്തസ്സ്, ആഭിജാത്യം, അവരുടെ തലയെടുപ്പൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹൈസ്കൂൾ കഴിഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു കുട്ടി, അതാ ഡിഗ്രിയോ മേ ബി. ആ കുട്ടി കല്യാണത്തിന് തയ്യാറെടുക്കുന്നു. ഇവിടെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഞാൻ മുഴുവൻ പറയണമെന്ന് കേൾക്കണം. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഇതിനകത്ത് ഇവിടെ ആരാ ശരി? ഇറങ്ങിപ്പോയ കുട്ടി ഏറ്റവും മോശക്കാരിയാണോ? അതോ ചേച്ചി ഇറങ്ങിപ്പോയിട്ട് കുടുംബത്തിൻ്റെ അഭിമാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ആ വ്യക്തിയെ, അഥവാ ചേച്ചിക്ക് വേണ്ടി സെലക്ട് ചെയ്ത ആ വ്യക്തിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിന്ന ആ ഇളയ കുട്ടി മാതൃകയാണോ എന്നുള്ള കാര്യമാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാം, ഇതിനകത്ത് രണ്ടും മാതൃകയല്ല. ഒരു കാരണവശാലും മാതൃകയാക്കി ഇത് എടുക്കാനേ പറ്റില്ല. ഒന്നിലും ഇതിനകത്ത് ഒരു കാര്യവും മാതൃകയായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അത് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പിന്നെ ഇത് കാണുന്ന നിങ്ങളിപ്പം ഞാനിത് പറയുന്നത് ഇതൊരു മാതൃകയല്ലെന്നാണ്, അഥവാ നിങ്ങൾ മോശക്കാരാണെന്നല്ല. ഈ വിവാഹം കഴിഞ്ഞ കുട്ടിയും അതോടൊപ്പം തന്നെ ഇറങ്ങിപ്പോയ കുട്ടിയും ഒന്നും മോശക്കാരെന്നല്ല. അതൊക്കെ നിങ്ങളുടെ വ്യക്തി ജീവിതമാണ് കേട്ടോ. നിങ്ങളത് വളരെ സന്തോഷകരമായിട്ട് രണ്ടുപേർക്കും നല്ല ദാമ്പത്യം ഉണ്ടായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ ജീവിക്കട്ടെ, ഒരുപാട് കാലം ജീവിക്കട്ടെ കേട്ടോ. പക്ഷേ അതൊരു മാതൃകയല്ല എന്ന് പറഞ്ഞാൽ അത്തരം പ്രവണതകൾ. ഇനി കാര്യത്തിലേക്ക് വരാം. എനിക്ക് അയച്ചെന്ന വീഡിയോ ഇതാണ്. ഹലോ ഗൈസ്, കുറെ ബ്രൈഡ്സിനെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത ആളെ ഞാൻ കാണുന്നത്. ഇത് അവരുടെ പേഴ്സണൽ കാര്യമായിട്ട് പോലും ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് ബ്രൈഡിന്റെയും ഫാമിലിയുടെയും റിക്വസ്റ്റ് കൊണ്ട് തന്നെയാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇത് മറ്റേ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അവര് വീട്ടുകാരുടെ പെർമിഷനോട് കൂടി ചെയ്യുന്നതാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ ആർക്കും വരരുതെന്ന് പറഞ്ഞു. എന്നെക്കാളും യങ്ങറാണ് ഈ ഒരു ബ്രൈഡ്. മാത്രമല്ല ഈ ഒരു ഡേറ്റിൽ ബ്രൈഡായിട്ടിരിക്കേണ്ട ആള് ഇതായിരുന്നില്ല, ആളുടെ എൽഡർ സിസ്റ്റർ ആയിരുന്നു. വെഡിങ്ങിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബോയ് ഫ്രണ്ടിനോടൊപ്പം സിസ്റ്റർ അങ്ങ് പോയി. സ്വാഭാവികമായിട്ടും ആ ഒരു കുടുംബത്തിന്റെ തകർച്ച നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ഈ ഒരു ബ്രൈഡ് എടുത്ത ഡിസിഷൻ ആണ്. ആർക്കും ശ്രദ്ധിക്കണം, ബ്രൈഡ് അഥവാ ബ്രൈഡ് ആവേണ്ടിരുന്ന കുട്ടി ഇഷ്ടപ്പെട്ട പുള്ളിയോടൊപ്പം ഇറങ്ങിപ്പോയി. അപ്പോൾ അത് വീട്ടുകാരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് കുട്ടി പറയുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്, അത് സത്യസന്ധമായ കാര്യമാണ്. വിഷമം വരണ്ട, ആ ഒരു ഡേറ്റിൽ അതേ ഗ്രൂമിനെ തന്നെ കല്യാണം കഴിക്കുക എന്നുള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ബ്രൈഡ് ഫാസില നിറഞ്ഞ മനസ്സോടെ തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തത്. കാരണം അവളുടെ ഉമ്മ വേദനിക്കുന്നത് അവർക്ക് കാണാൻ ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട്. ഓക്കെ, ഉമ്മ വേദനിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത ഒരു കുട്ടി സീരിയസ്ലി നല്ലൊരു കാര്യം തന്നെയാണ്. പെട്ടെന്നായിരുന്നു എനിക്ക് ഒരു ബുക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. ഫാസില എന്തെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ എന്നെ തന്നെ ബ്രൈഡൽ മേക്കപ്പിനായിട്ട് വിളിക്കുമെന്നായിരുന്നു ആളുടെ ആഗ്രഹം. അതെന്തായാലും പെട്ടെന്ന് നടക്കുമെന്ന് ആളും വിചാരിച്ചില്ല. ഞാൻ തന്നെ ചെയ്തൊരു വർക്കിന്റെ റെഫറൻസ് ആയിരുന്നു ആൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലാണ് മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളതും. ബ്രൈഡ് ഒത്തിരി ഹാപ്പി ആയിരുന്നു. ഈ ഒരു ഫൈനൽ ലുക്കില്. അപ്പൊ എനിക്ക് മനസ്സിലായത്, ഒരാളാവുമായി വേദനിപ്പിച്ചെങ്കിൽ ഒരാൾ തണലായിട്ട് എന്നും കൂടെയുണ്ട്. എന്തായാലും ഫാസില ഹാപ്പിയാണ്, എന്നും ഹാപ്പി ആയിട്ട് തന്നെ അവൾ അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയുടെ അകത്ത് ഞാൻ ബാക്കി നമുക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി പറയുന്നത് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിലേക്കാണ്. കമൻറ്റ് ബോക്സിൽ ഈ പെൺകുട്ടി, അതായത് ഇറങ്ങിപ്പോയ പെൺകുട്ടി തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം അറിയണം. രണ്ടാമത്തെ കാര്യം, ആ കുട്ടി ഇറങ്ങിപ്പോയ ആ കുട്ടിയുടെ ആ പശ്ചാത്തലം, അഥവാ നിലവിലുള്ള പശ്ചാത്തലം, മറ്റുള്ള കാര്യങ്ങളും സമൂഹത്തിൻ്റെ അകത്ത് പെൺകുട്ടികൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രണയമുണ്ടാകണം എന്ന് ഞാൻ പറയുന്ന ഒരാളാണ്. പെൺകുട്ടികളെന്നല്ല, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നിങ്ങൾ പ്രണയിക്കണം. പ്രണയിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള പെയിൻഫുൾ ആയിട്ടുള്ളതും മറ്റു പല കാര്യങ്ങളും അറിയണം. അല്ലാതെ ഈ പ്രണയമൊന്നുമില്ല, വീട്ടുകാരനോ പ്രണയം ഉണ്ടായോ അടി. സീരിയസ്ലി, നിങ്ങൾക്ക് പ്രണയം ഉണ്ടായിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് മറ്റു ഓപ്പോസിറ്റ് ജെൻഡറിനോടോ നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ കൗൺസിലിംഗ്, മറ്റു രാജ്യങ്ങളെ കൊണ്ട് കൗൺസിലിങ്ങിനുണ്ടോ? ഇതെന്താ ഇങ്ങനെ ഇത്രയും പ്രായമായിട്ട് ഇവൻ്റെ ലവ് അഫെയറും ഇല്ല, ഡേറ്റിങ്ങിന് പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല, അവളാണെങ്കിലും അവനാണെങ്കിലും. സോ ഇവിടുത്തെ വിഷയം ഈ കുട്ടി ഇറങ്ങിപ്പോയല്ലേ. അപ്പം ഞാൻ ഈ വീഡിയോ എനിക്ക് അയച്ചു കിട്ടി ആദ്യം കണ്ടോണ്ടാണ് എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഇതായിട്ട് ഞാനിപ്പോഴും മനസ്സുകൊണ്ട് തന്നെ ഈ കുട്ടിക്കും അതുകൂടെ ഇറങ്ങിപ്പോയ കുട്ടിയോട് ഞാൻ മനസ്സ് നിറഞ്ഞു പറയുന്നു, നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, ദീർഘനാളുള്ള ദാമ്പത്യ ജീവിതം ലഭിക്കട്ടെ, ഒരുപാട് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് സന്തോഷ സുഖ സൗകര്യങ്ങളോട് ജീവിക്കാൻ നിങ്ങൾക്ക് ഇടവരട്ടെ. ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ മാറ്റി നിർത്തുന്നു. അതായത് ഇത് നിങ്ങൾ വിവാഹം കഴിഞ്ഞു പോയവർ, പക്ഷേ ഇത് സമൂഹത്തിലൊരിക്കലും ഉദാഹരണമാക്കാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം ഇനി നമുക്ക് നോക്കാം. ഈ കുട്ടിയുടെ ചേച്ചി കമൻറ്റ് ഇതാണ്. വേറൊരു ഡീറ്റെയിൽഡ് കമൻറ്റ് ഉണ്ട്, അതിപ്പോൾ കാണുന്നില്ല. ഇനി അത് ചിലപ്പോൾ താഴോട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ ഫാസിലയുടെ ഇത്താണ്, അഥവാ ചേച്ചിയാണ്. എന്തുകൊണ്ട് എൽഡർ സിസ്റ്റർ പോയി ആർക്കും അറിയില്ല, അഥവാ എൽഡർ സിസ്റ്ററായ ഞാൻ എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം ഇവിടെ ആർക്കും അറിയില്ല, അറിയണ്ട.
കാര്യം അത് ആർക്കും അറിയാൻ വേണ്ട, അറിയുകയും വേണ്ട. ഞാൻ വേദനിപ്പിച്ചത് എന്നെ അവരെല്ലാം വേദനിപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. ഞാൻ പറയുന്ന എൻ്റെ ഈ അവസ്ഥ ആർക്കും വരാതെ ഇരിക്കട്ടെ, വീട്ടുകാർക്ക് എന്തും പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടി കമൻ്റ് ഇട്ടിരിക്കുന്നു. 3000-ലധികം ലൈക്ക് ആ കമൻറ്റിനുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. എന്തുകൊണ്ട് എന്നെ കൊണ്ട് ഈ ഒരു സംഭവത്തിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിപ്പിച്ച് എന്നെ ചിന്തിപ്പിച്ചത്, ഞാനിട്ട കമൻറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടി അഥവാ ഇപ്പം വിവാഹത്തിൽ നിൽക്കുന്ന ആ പെൺകുട്ടി, ആ കുട്ടിയുടെ തന്നെ ഒരു സുഹൃത്തായിട്ടുള്ള വേറൊരു പെൺകുട്ടിയാണ്. എൻ്റെ സ്കൂളിലാണ് ഈ കുട്ടി പഠിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്നോട് സ്കൂളിൽ പഠിച്ചെന്നോ, എന്നോട് സ്കൂളിൽ പഠിക്കുന്നതാണ്. അപ്പം അതിൻ്റെ താഴത്തെ കുറേ കമൻറ്റ്, അപ്പോൾ ഇത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണോ? അതായത് വളരെ ചെറിയ പ്രായത്തിലൊരു പെൺകുട്ടി വിവാഹം കഴിപ്പിച്ച് അയക്കുകയാണ്. അതായത് ചേച്ചി ഇറങ്ങിപ്പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്, ചേച്ചി ഇഷ്ടപ്പെട്ട ആളോട് ഇറങ്ങിപ്പോയി, പങ്കാളി തേടിപ്പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവിടെ ഈ പ്രായം കുറഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടി അയ്യോ ഞാൻ വന്ന് കല്യാണം കഴിച്ചില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഥവാ വീട്ടുകാരുടെ പ്രഷറിൽ അവരുടെ അന്തസ്സും ആഭിജാത്യമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിപ്പിച്ചിട്ട് കൊടുത്ത് ആ വീട്ടുകാരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ വീട്ടുകാരുടെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ ഈ സമൂഹത്തിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ആ പഠിക്കാനുള്ളൊരു കുട്ടിയുടെ അതിൻ്റെ ഫ്യൂച്ചർ ഇനി അടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പ്രസവിച്ച് അത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു കുടുംബിനിയായിട്ട് മാറ്റുന്നതിനപ്പുറം ആ കുട്ടിയെ സ്വന്തം കാലം നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് ആ കുട്ടിയെ പഠിപ്പിക്കുക. ഓക്കെ, മൂത്ത മോളെ പോയി വിട്ടേക്കൂ. അല്ലാതെ നിങ്ങൾ സ്വന്തം അന്തസ്സിനും ആഭിജാത്യത്തിനും വേണ്ടിയിട്ട് ഇളയമോളെ കൊണ്ട് മറ്റു വിവാഹം ആ അതേ പന്തലിൽ കൊണ്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട് കാണിച്ച പയ്യനെ അനിയത്തിയെ കൊണ്ട് കെട്ടിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം, അതിനകത്ത് എന്തൊരു വിരോധാഭാസമാണ്. ആ കുട്ടിക്ക് സെലക്ഷൻ പ്രോസസ്സ് ഇല്ലായിരുന്നു, ആ കുട്ടിക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് താല്പര്യങ്ങളൊക്കെ ഉണ്ടാവില്ലായിരുന്നു. എനിവേ, ഞാൻ ഇത്ര അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ, കാരണം പറയാൻ ഒരുപാടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, അത് ശരിയല്ല. അത് ആ ചേച്ചിയുടെ കമൻറ്റ് വായിച്ചപ്പോൾ മനസ്സിലായ നല്ല കാര്യം ഇങ്ങനെ ചെയ്തതുപോലെ ഒരു ഉമ്മയും കുടുംബക്കാരും ആദ്യം അവർക്കെതിരെ കേസ് എടുക്കണം. അതായത് ഞാനും ആ കമൻറ്റ് കണ്ടതാണ്, ആ കമൻറ്റ് ഇപ്പോൾ കാണുന്നില്ല. അതായത് വളരെ സുദീർഘമായ ഒരു കമൻറ്റായിരുന്നു. അതിനകത്ത് വീട്ടുകാർ ഒരുപാട് ക്രൂരതകൾ ആ ഇറങ്ങിപ്പോയ പെൺകുട്ടിയോട് കാണിച്ചുവെന്നും ആ പെൺകുട്ടി പ്രണയിച്ചിട്ടുള്ളത് ഒരു ഹിന്ദുവായ ഒരു യുവാവായിരുന്നുവെന്നും ആ യുവാവായ പയ്യൻ മുസ്ലിമായിട്ട് വന്നു കഴിഞ്ഞാൽ അവന് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാമെന്നും ഒക്കെ വീട്ടുകാർ പറഞ്ഞു അത്രേ. അവസാനം അതിന് തയ്യാറാവാതെ അതിൽ നിന്നും അത് മനംനൊന്നിട്ടാണ് ഈ കുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യമാണ്. അവനെ ഒന്നിലധികം തവണ അവനോട് തന്നെ ജീവിക്കുള്ളൂ എന്ന് ഒരു കാരണവശാലും പിന്മാറത്തില്ല എന്ന് ആ പെൺകുട്ടി പറയും. ഇവിടെ മതം കടന്നു വന്നു. എല്ലാത്തിനും അപ്പുറം നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളൊക്കെയാണ്. ഓക്കെ, ഓരോരുത്തർ റിലീജിയസ് ആയിട്ടുള്ള കാര്യത്തിൻ്റെ അകത്ത് ഞാൻ കയറി ഇടപെടുന്നില്ല. അവരവരുടെ താല്പര്യമാണ് ഏത് മതത്തിലുള്ള, ഏത് മതവിഭാഗത്തിൽ, ഏത് ജാതി, മറ്റൊന്ന് ചെയ്യുന്നതൊക്കെ. അത് മനുഷ്യർക്ക് കല്യാണം കഴിയാറുണ്ട്, മതങ്ങളുള്ളവർക്കും കല്യാണം കഴിയാറുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. രണ്ട് ഘട്ടത്തിലുള്ള ആൾക്കാരുണ്ട്, അത് രണ്ടും ഈ ലോകത്ത് ജീവിച്ച് പോകുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു മതത്തിൻ്റെ പേരിലാണ് ഇവിടുത്തെ ഇന്റർകാസ്റ്റ് റിലീജിയസ് ആയിട്ടുള്ള ഇഷ്യൂസാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ആ ഒരു പ്രശ്നം വന്നതിലൂടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഗുരുതരമായിട്ട് ഈ കുട്ടിയെ ആക്രമിക്കുന്ന രീതിയിൽ വീട്ടുകാരെ തടസ്സം നിൽക്കുകയൊക്കെ ചെയ്യുകയും അവസാനം ആ കുട്ടി ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്തത്. ഇനി വേറൊരു കാര്യമുണ്ട്, ആ കുട്ടിയെ ഇത്രയും നമ്മൾ വലിയ കാര്യം പറയുമ്പം വീട്ടുകാരുടെ വേദന നമ്മൾ കാണാതെ പോകാൻ പാടില്ല. ഇത്രയും കാലം പൊന്നുപോലെ നോക്കി ആറ്റുനോറ്റ് വളർത്തിയ പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ കല്യാണ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിപ്പോയി എന്നുള്ളൊരു കാര്യം ഒരു വല്ലാത്തൊരു ഘടകം തന്നെയാണ്. അപ്പം ഈ പ്രണയം കാരണമാണ് ഈ കുട്ടി കല്യാണം വരികയും കല്യാണത്തിന് ശേഷം കുട്ടി പ്രണയം ഈ വ്യക്തിയായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നൊക്കെ വീട്ടുകാരുടെ തെറ്റിദ്ധാരണകളായിരുന്നു. അതെല്ലാം കാറ്റിൽ പറന്നുകൊണ്ട് പോയി. കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്നുള്ള രീതിയിൽ അത് ഏതോ ഒരു വ്യക്തിയെ കണ്ടിട്ട് ഈ ഒരു പ്രായത്തിൽ തന്നെ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനും അവർ ശ്രമിച്ചു. പക്ഷേ ഇപ്പം സംഭവിച്ചത് ഇളയ കുട്ടിയെ അദ്ദേഹത്തിനോട് വിവാഹം കഴിപ്പിച്ച് അയച്ചു എന്നുള്ള കാര്യമാണ്. ആലോചിച്ച് നോക്കണം. ഇതിനകത്ത് ഈ പെൺകുട്ടിയുടെ കുടുംബക്കാരും കമൻറ്റ് ചെയ്തിട്ടുണ്ടോ? ലവറിൻ്റെ വയസ്സ്, ഇവിടെയാണ് അടുത്ത പ്രശ്നം. ലവറിൻ്റെ വയസ്സ് ആരും ചോദിക്കുന്നില്ലല്ലോ, അവൻ 19 വയസ്സാണ്. ഇതും പ്രശ്നമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ മൂത്ത കുട്ടി ഇറങ്ങിപ്പോയേക്കുന്നത് 19 വയസ്സുകാരനോടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇളയ കുട്ടിയുടെ പ്രായം ഇപ്പോൾ എത്ര? ഈ മൂത്ത കുട്ടിക്ക് ഇപ്പോൾ 19 വയസ്സാണെങ്കിൽ ഇളയ കുട്ടിക്ക് 18 വയസ്സാവുമോ? 18 വയസ്സാവാനുള്ള സാധ്യത ഉണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നിങ്ങൾ അറിയുന്നൊരു കമൻറ്റ് ചെയ്യുക. ഇനി അവൻ 19 വയസ്സാണെങ്കിൽ ആ മൂത്ത കുട്ടിക്ക് പോലും അപ്പോൾ സമപ്രായക്കാരായിരിക്കും, ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടായിരിക്കും. എന്നാലും 19 വയസ്സ് പെൺകുട്ടിക്ക്, 19 വയസ്സ് അവന്. അപ്പോൾ ആ കുട്ടിക്ക് തന്നെ എത്ര വയസ്സ്? അപ്പോൾ അതിൻ്റെ ഇളയ കുട്ടിക്ക് എത്ര വയസ്സ്? നിങ്ങൾ ചിന്തിക്കണേ, പ്രായത്തിൻ്റെ ഒരു ഘടകം കൂടെ നോക്കണേ. ഇനി അവനെ 2 വർഷം വളർത്തി, അവനെ 2 വർഷം വളർത്തി 21 വയസ്സാക്കി വേണം കല്യാണം കഴിക്കാം. 21 വയസ്സ് തികയാത്തവനെ കൊണ്ടുപോയതിന് അവൾക്കെതിരെ കേസാകാൻ നോക്കണേ. തീർച്ചയായിട്ടും കേസ് വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ്, ആ ഒരു സംഭവം പ്രകാരമാണെങ്കിൽ കേസ് വരും. പിന്നീട് ഒരുമിച്ച് ജീവിച്ചു എന്നുള്ള കാരണം കൊണ്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. മറിച്ച് ഒരുമിച്ച് ജീവിക്കുന്നവന് 19 വയസ്സും ആ പെൺകുട്ടിക്കും 19 വയസ്സാണെങ്കിൽ ഇവന് പ്രായപൂർത്തിയാവാത്തതിൻ്റെ കാരണം കൊണ്ട്, 21 വയസ്സാവാത്തതിൻ്റെ കാരണം കൊണ്ട് തീർച്ചയായിട്ടും ഇവൻ്റെ പേരിൽ കേസ് വരും. ഏത് കേസാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ.
അപ്പം ആ പുള്ളി ഇറക്കിക്കൊണ്ട് പോയ പുള്ളിക്കാരൻ്റെ പ്രായവും പക്വതയും എന്ത് മാത്രമാണ്? ഇവരൊക്കെയാണോ ജീവിക്കുന്നത്? ഞാൻ സത്യം പറഞ്ഞ അടച്ചാക്ഷേപിക്കുന്നതല്ല. ഒരുപാട് വളരെ റെയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വിവാഹങ്ങളും മറ്റുള്ള കാര്യങ്ങളും സക്സസ് ആയിട്ടുള്ളത്. മെജോറിറ്റിയും ഫ്ലോപ്പാണ്. ഇവർ നന്നായിട്ട് തന്നെ ജീവിക്കട്ടെ. തുടക്കത്തിൽ പറഞ്ഞത് ഇപ്പോഴും ഞാൻ മാറ്റി പറയുന്നില്ല. ഇവർ നാളെ ദുരന്തങ്ങളാവും, ഇവർ നശിച്ചു പോകും, ഒരിക്കലും ഞാൻ പറയില്ല. എൻ്റെ കൊണ്ട് അങ്ങനെ ഒരു വാക്ക് പോലും വരത്തില്ല. കാരണം പുതിയ ജീവൻ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് നല്ലത് മാത്രം വരട്ടെ എന്നല്ല. നമ്മൾ എന്തിനാ മോശം പറയുന്നത്? നല്ലത് വരട്ടെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, മൂത്ത കുട്ടി ചെയ്തേക്കുന്നതും ഇളയ കുട്ടിയോട് ചെയ്തേക്കുന്നതും രണ്ടും ഇവിടെ തെറ്റെന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെ പറയുന്നത്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഇളയ കുട്ടിയുടെ പ്രായം നമ്മളോട് പരിഗണനയ്ക്ക് എടുക്കണം. ആ കുട്ടിക്കും ഒരുപാട് ആഗ്രഹങ്ങളും മറ്റുള്ള കാര്യങ്ങളും പരമാവധി പഠിപ്പിക്കാൻ ശ്രമിക്കണം. മൂത്തത് പോയി, നീയെങ്കിലും ഇതൊരു പാഠമാക്കി വെച്ച് നന്നായിട്ട് നീ പഠിച്ച് സ്വന്തം കാലത്ത് നിന്ന് നല്ല സാമ്പത്തികമായിട്ട് നീ ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറും മോളെ, നീ നന്നായിട്ട് പഠിക്കൂ, എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൊണ്ടുപോകാം, നമ്മൾ വിവാഹം കഴിച്ചു തരാം എന്ന് പറയത്തില്ല കേട്ടോ. എന്തായാലും ഇവിടെ മതം വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ നടക്കത്തില്ല. എങ്കിലും അത് അവരുടെ ഇഷ്ടമാണ്. ഞാൻ ആ മതത്തിൽ വിശ്വസിക്കുന്നവരുടെ, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കും അവരുടെ ഇഷ്ടം ഉണ്ടാവും. പക്ഷെ മനസ്സിലായല്ലോ, ഈ മൂത്ത കുട്ടി ചെയ്തേക്കുന്നതും ഇളയ കുട്ടി ചെയ്തേക്കുന്നതും വീട്ടുകാരുടെ സൈഡിൽ നോക്കുമ്പോഴും എല്ലാ സൈഡും നോക്കുമ്പോഴേക്കും ഒരുത്തും കാണാൻ പറ്റും. അല്ല, ജനറലായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. മൂത്ത കുട്ടി ഇറങ്ങിപ്പോയപ്പോഴേക്കും സമൂഹത്തിൻ്റെ മുമ്പ് നാണക്കേടായി, ആ കല്യാണ ചെറുക്കൻ നാണം കിട്ടു, അവൻ്റെ കുടുംബക്കാരുടെ മുമ്പിൽ ഇവർ നാണം കിട്ടു. അതുകൊണ്ട് ആ കുട്ടിക്ക് പകരം ഇളയ കുട്ടിയെ വിവാഹം കഴിപ്പിക്കാമോ എന്നുള്ള രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതിൻ്റെ താഴെ വീണ്ടും ആ കുട്ടിയുടെ അതിന് ഈ പെൺകുട്ടി അഥവാ മൂത്ത പെൺകുട്ടിയുടെ കമൻ്റാണ് ഈ മേളിലത്തെ 21 പയ്യന്റെ പ്രായം പറഞ്ഞതിന്റെ താഴത്തെ കമന്റ്. അതിന് അയാൾക്ക് ഇയാൾക്ക് എന്തിനാ ഇത്ര കൊള്ളാൻ കോപ്പാണ് ഹേ, എന്തുകൊണ്ടാ ഞാൻ അവനെ ആണ് സ്നേഹിച്ചത്? വയസ്സല്ല, എനിക്ക് 21 വയസ്സ് ഉള്ള ഏതെങ്കിലും അവന്റെ കൂടെ പോകണോ? അത് പറ, പോടേ ചുമ്മാ തള്ളാതെ. അതപ്പോൾ സത്യമാണെന്ന് അറിയാം. എന്നാലും ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാതെ നീയൊക്കെ നിന്റെ കാര്യം നോക്കിപ്പോ, ഇനി ഞാൻ വേറെ 21 വയസ്സുള്ളവൻ്റെ കൂടെ പോകണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് ഇമ്മച്യൂരിറ്റിയാണ് കേട്ടോ. പ്രണയത്തിന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എല്ലാവരോടും പ്രണയിക്കണമെന്ന്. പ്രണയിക്കുമ്പോൾ നിങ്ങൾ ആ അനുഭവങ്ങളോട് കടന്നു പോകാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രണയിച്ചിട്ടുള്ള സാധനങ്ങൾ ഞാൻ തുറന്നു പറയട്ടെ, പ്രണയം നിങ്ങൾക്ക് പ്രണയിക്കാൻ കൊള്ളാം എന്നുള്ളതിനപ്പുറം പ്രണയം ജീവിതമായിട്ട് പരിണമിക്കുന്ന സമയം മുതൽ അവിടെ എല്ലാ ദാമ്പത്യത്തിലും ഉണ്ടാകുന്നത് പോലെയും പ്രശ്നങ്ങളുണ്ടാകും. വളരെ സുഖലോലുപതയോട് നമ്മുടെ കോളേജ് ക്യാമ്പസിലും കലാലയം മറ്റുള്ള പല സ്ഥലങ്ങളിലും ഇടവഴികളിലും ഇടനാഴികളിലും നമ്മുടെ തിയേറ്ററുകളിലും യാത്രകളിലും ഒക്കെ നമുക്ക് കിട്ടുന്ന സുഖസുന്ദരമായിട്ടുള്ള ശീതളിമയൊന്നും അത് പിന്നീട് മാരേജ് ആയിട്ട് തൻ്റെതായിട്ട് മാറുന്ന സമയം മുതൽ ഉണ്ടാവണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെയും വളരെ കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കും. അതിനുശേഷം വീണ്ടും റിയാലിറ്റി എന്നുള്ള സാധനം, ദാമ്പത്യ ജീവിതത്തിൻ്റെതായിട്ടുള്ള എല്ലാ ക്ലേശകരമായ സിറ്റുവേഷൻ, അവിടുത്തെ ഏറ്റവും മെയിൻ സാധനം എന്ന് വെച്ചാൽ പൈസയാണ്. സാമ്പത്തികം എന്നുള്ളൊരു കാര്യം പുറകിലാണെങ്കിൽ ഏത് തരം ബന്ധവും അവിടെ ഉലച്ചിൽ തുടങ്ങും. അതിനുശേഷം വ്യക്തിപരമായിട്ടുള്ള ഐക്യമില്ലായ്മ, വ്യക്തിപരമായിട്ടുള്ള അങ്ങോട്ടും ഒരേ സമപ്രായക്കാരാകുമ്പോഴേക്കും ഈഗോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ തുല്യമാവും. അങ്ങനെ വരുമ്പോഴേക്കും പലതും പറയും, എനിക്ക് നിന്നെ കിട്ടിയത് ഭയങ്കര ഇതായിപ്പോയി, നീ ആരാ, നിന്നെ കിട്ടിയത് എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞ് കേട്ടാവെന്ന് പെൺകുട്ടിയും പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാകുന്നു. പിന്നെ കുടുംബ കോടതികളായി, പ്രശ്നങ്ങളായി, രണ്ട് വഴിക്കായി അല്ലേ. അതുകൊണ്ട് വീട്ടുകാരുടെ സൈഡ് നോക്കുമ്പോഴേക്ക് 2 മക്കളുണ്ട്, 2 പെൺമക്കളുണ്ട്, അവരെ സേഫ് ആക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ചിന്ത. അതുകൊണ്ട് നേരത്തെ വിവാഹം കഴിച്ച് വിടുക എന്നുള്ള കാര്യം അവരുടെ ഒരു ന്യായമായ ഇതായിരിക്കാം. പക്ഷേ പ്രായം നമ്മുടെ ചിന്തിക്കുമ്പോൾ തെറ്റാണ്. പക്ഷേ ഈ പിള്ളേരുടെ ഭാഗത്ത് നോക്കുമ്പോഴേക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ മൂത്ത ആൾ തിരഞ്ഞെടുത്തു, ഒരു തെറ്റാണെന്ന് വെച്ചാൽ തെറ്റല്ല, പക്ഷെ പ്രായം പ്രശ്നമാണ്. ഇളയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ പറയാതെ അവളെ മൂത്തവൾക്കുള്ള ആളെ കെട്ടിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ അന്തസ്സും ആഭിജാത്യം നിലനിർത്താൻ വേണ്ടി ശ്രമിച്ച വീട്ടുകാർ ചെയ്തതും വലിയ തെറ്റാണ്. വിച്ച് സെഞ്ചുറി യു ഗൈസ് ബിലോങ്സ് ടു? ഓർ 80s മൂവീസ് ആണോ? ചേച്ചി പോയാൽ അനിയത്തിയെ കൊണ്ട് കെട്ടിക്കൽ? റിയലി എന്താണ് ചേച്ചി പോയാൽ അനിയത്തിയെ കൊണ്ട് കെട്ടിക്കുന്നു എന്നുള്ളതിലൂടെ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? അവർ സന്ദേശം കൊടുക്കാനൊന്നും അല്ല ചെയ്തത്, അവരുടെ സ്വന്തം ജീവിതത്തിൻ്റെ അകത്തുള്ള കാര്യമാണ്. സമൂഹമോ സോഷ്യൽ മീഡിയയോ കമൻറ്റ് ബോക്സുകളിലെ കമൻറ്റുകളോ ഒന്നും അവരെ ബാധിക്കേണ്ട കാര്യമില്ല, ബാധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളാരും ഇത് കാണുന്ന ഒരു മാതൃകയാക്കരുത്. ഞാൻ ഈ മാതാപിതാക്കളോട് ഞാനൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്ന കാലം 2025 ഈ ദിവസങ്ങളിൽ പോലും കഴിഞ്ഞ ദിവസമാണ് ഒരു പെൺകുട്ടി വളരെയധികം 250 പവനോ എന്തൊക്കെ ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൊരു പെൺകുട്ടി, ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യം നമ്മൾ വളരെയധികം ഭാവിച്ചു. അതിൻ്റെ പിന്നിലേക്ക് പോയ സമയത്ത് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡായിരുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് സ്വലിംഗം അഥവാ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അദ്ദേഹം ഗേ ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി അത് മറച്ചു വെച്ചുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ജീവിതം കൊണ്ട് നശിപ്പിക്കുകയും ആ കുട്ടി ഇന്ന് ജീവനോടെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കണം, വിവാഹത്തിൻ്റെ അകത്തും ഒരുപാട് കാലികമായ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പങ്കാളിയെ കണ്ടു ഒരൊറ്റ ദിവസം കൊണ്ട് ഇറങ്ങിപ്പോകാം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ വിവാഹം കഴിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരൊറ്റ സിമ്പിൾ പരിപാടി, നിങ്ങൾ ഇത് എത്ര പേർക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും
വളരെ സുദീർഘമായ നീണ്ട കാലയളവിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയുമായിട്ട് ബന്ധമുണ്ടാവണം. ആ ബന്ധം ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആവാം, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളാവും. നമുക്ക് നീണ്ട കാലയളവിൽ അറിയുന്നൊരു ബന്ധമായിരിക്കണം. ആ ബന്ധത്തിലൂടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. അത് കഴിഞ്ഞും കുറച്ച് കാലം കൂടെ പോയതിന് ശേഷം നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്നുള്ളൊരു കാര്യം. അതിനു മുമ്പ് രണ്ട് വ്യക്തികൾക്കും വ്യക്തിപരമായി ജീവിക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാട്, ജോലി, മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണം. അതിനുശേഷം നിങ്ങൾ വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ചതിന് ശേഷം നിങ്ങൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോഴും റെസ്പോൺസിബിലിറ്റി രണ്ടുപേരുടെ തുല്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കാൻ പറ്റിയാൽ അങ്ങനെയുള്ള ജീവിതങ്ങളാണ് മാതൃക. അതൊക്കെ നമുക്ക് പറച്ചിലിൽ മാത്രം നിൽക്കുന്ന കാര്യമാണ്. കാരണം ഇതെല്ലാം കുടുംബക്കാർ കെട്ടിച്ചു കൊടുത്തതും ഇറങ്ങിപ്പോയതും അടക്കമുള്ള കാര്യങ്ങൾ ഈ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ഡിവോഴ്സ് കേസുകളുടെ എണ്ണം മാത്രം പരിശോധിച്ചാൽ അറിയാം എത്രമാത്രമാണ്. ഇത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, അല്ലാതെ ഒന്നും പറയാനില്ല. കാലം മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും മനസ്സിലാക്കാത്ത കൂപമണ്ഡൂകങ്ങളായിട്ടുള്ള വീട്ടുകാരും ഈ കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം പ്രസവിക്കുന്നത് ഒരു മേന്മയായി കാണുന്ന ഒരു തലമുറയും അതൊന്നും എത്രമാത്രം ഗുണകരമാവും നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് എനിക്കറിയത്തില്ല. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം. രക്ഷകർത്താക്കളൊക്കെ കാണുന്നത് അവർക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ ദേഷ്യം വരും. ഞാൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ ഉള്ളിൽ തൊട്ട് പറ. ചേച്ചിക്ക് വെച്ചിരുന്ന ഹസ്ബൻഡിനെ ഇളയക്ക് കെട്ടിച്ചു കൊടുക്കുന്ന അത്ര നല്ലതാണോ? ആ ഇളയ കുട്ടിയെടുത്ത് പഠിക്കാനല്ലേ പറയണ്ടത്? കല്യാണം മുടങ്ങി മൂത്തവൾ ഇറങ്ങിപ്പോയി, ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോട്ടെ. അവൾ സെലക്ട് ചെയ്തൊരു പങ്കാളിയാണെന്ന് നമുക്ക് പറയാം. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്, അവിടെയും പ്രായം ഒരു ഘടകമാണ്. ഇനി ആ പയ്യൻ എന്താണ് ഒരു ജോലിക്കൊക്കെ പോയി ഇതെല്ലാം നോക്കി പഠിക്കുന്ന പ്രായമാണ് രണ്ടുപേരുടേത്. ഈ പഠിക്കുന്ന പ്രായത്തിനപ്പുറം തന്നെ ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അഥവാ അവൻ്റെ വീട്ടുകാരുടെ ചിലവിലായിരിക്കും ഒരു ജീവിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അവിടെ എന്താ കോംപ്ലിക്കേഷൻസ് വരിക? തുടക്കത്തിലെ ആ ഒരു സുഖം കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ മാറൂടേ. അത് കഴിഞ്ഞിട്ട് ജീവിതം തുടങ്ങും. ആ ജീവിതം തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഞാനാ പറഞ്ഞേ, എല്ലാവർക്കും നല്ലത് വരണമെങ്കിൽ നിങ്ങൾ ഇച്ചിരി കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജിങ് ടൈം കൊടുക്കുക. നിങ്ങൾ മുറ്റനാവണം. മനസ്സിലായില്ലേ? ബ്രോയിലർ ആയിരിക്കരുത്, ഇച്ചിരി മുറ്റനാവണം. അനുഭവം കൊണ്ട് മുറ്റനാവണമെങ്കിൽ ഇച്ചിരി പ്രായം കൂടി തന്നെ പോകണം. 20 വയസ്സിൽ കെട്ട്, 21 വയസ്സിൽ കെട്ട്, അതൊക്കെ എന്തിനേ? കുറച്ചുകൂടെ പ്രായം കൂടിയാലെന്താ? ഇച്ചിരി പഠിച്ചാലെന്താ? വിദ്യാഭ്യാസം നേടി തൊഴിലൊക്കെ നേടിയിട്ടൊക്കെ മതിയെന്നേ. എന്താ ഇത്ര പ്രശ്നം? അതിനു മുമ്പ് ഇഷ്ടപ്പെട്ട ആൾക്കാരോട് നിങ്ങൾ ഡേറ്റ് ചെയ്യണമെങ്കിലോ പ്രണയിച്ച് നടക്കണമെങ്കിലോ അതൊക്കെ ആവാമല്ലോ. പക്ഷേ വിവാഹം എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ സൂക്ഷിക്കുക. സമൂഹത്തിൻ്റെ പൊതു ചടങ്ങുകളും പൊതു ചിന്തകളും മൊത്തം കോംപ്ലിക്കേഷൻ നിറഞ്ഞ കാര്യങ്ങളാണ്. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ വീണ്ടും കാണാം ഗൈസ്. ബൈ.